നമ്മളിപ്പോൾ കോടയുണ്ടായിരുന്ന ആള് നമ്മൾ കൊച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോൾ കോടയുണ്ടായതാണ് നമ്മളെ മാതിന് ഉമ്മ വെച്ചിന്. അപ്പൊ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മള് ആൽബോട്ട് പോയി പോകുന്ന മുന്നേ നമ്മള് പൊയ്ക്കും. നാട്ടിൽ പോവാൻ പാടില്ല. നമ്മളൊക്കെ പിന്നെ കുറെ വരുമ്പോ ആൽബോട്ട് പോയി തന്നെ. ഹായ്, ഞാൻ വീഡിയോ ഇടാതെ കുറേ ദിവസമായിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ. ഞങ്ങൾ പോസിറ്റീവ് ആയതാണ്. നമുക്ക് സുഖമില്ലാതായിട്ടൊരു 10-12 ദിവസമായി. കുട്ടികൾക്കടക്കം, ബ്രദർ, ഹസ്ബൻഡ്, ഞാൻ, കുട്ടികൾ. അപ്പോൾ പോസിറ്റീവായി എല്ലാവർക്കും. പിന്നെ എനിക്ക് തീരെ സുഖമില്ലാതായപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫാമിലി ഐസൊലേഷനിലേക്ക് മാറ്റിയതാണ്. പറഞ്ഞാൽ വീട്ടിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാനോ ഒന്നിനും പറ്റാതായി, തീരെ വയ്യാതായി. പിന്നെ കുട്ടികളെ നോക്കാനും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഡോക്ടർ എനിക്ക് നല്ല ചെസ്റ്റ് പെയിനും ചെറുതായി ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഒന്നിനും പറ്റൂല എന്ന് വന്നപ്പോൾ ഇങ്ങോട്ട് മാറ്റി. ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒരു 6 days ആയി. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഇന്നലെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഫസ്റ്റ് നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെഗറ്റീവും കൂടി വന്നാൽ ഞങ്ങൾ വീട്ടിൽ പോവും. അസുഖങ്ങൾ കുറേയൊക്കെ ഉണ്ട്, അത് മെല്ലെ മാറും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ നാട്ടിൽ പോകണം കൂടിയൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക പെട്ടെന്ന് അസുഖങ്ങളൊക്കെ മാറാൻ, നെഗറ്റീവ് ആയാലും. പിന്നെ ഇവിടെ നല്ല സൗകര്യങ്ങളാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഫുഡും നല്ല റൂമും. നമുക്ക് 2 റൂമാണ് തന്നത്. കുട്ടികളും ബ്രദറൊക്കെ ഉള്ളത് കൊണ്ട് 2 റൂമും അതുപോലെ അറ്റാച്ച് ബാത്റൂമും 3 നേരം ഫുഡും നല്ല സൗകര്യങ്ങളാണ്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡും റൂമൊക്കെ കാണിച്ചു തരാം. ആദ്യം ഞാൻ ഞങ്ങളെ ഫുഡാണ് കാണിച്ചു തരുന്നത്. 3 ടൈപ്പ് ഫുഡാണ് നമുക്ക്. ഒന്ന് ഇൻഫാൻറ്റ്, ഒന്ന് ബേബി, ഒന്ന് അഡൽട്ട്. ഇത് അഡൽട്ടാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റാണ്, കാര്യമായിട്ട് അങ്ങനെ ഉണ്ടാവില്ല. ലഞ്ചാണ്, ലഞ്ചും ഡിന്നറാണ് കാര്യമായിട്ടുണ്ടാവില്ല. പിന്നെ ഇത് പരോട്ടയും ഒരു ബ്രെഡും ഉണ്ടാവും. പിന്നെ അതിനുള്ള കറിയും, അതിനുള്ള ഒരു കടലക്കറിയും സോസേജും ബോയിൽഡ് എഗ്ഗും ഉണ്ടാവും. പിന്നെ ഒരു ഫ്ലേവേർഡ് കർഡ് ഉണ്ടാവും. എല്ലാത്തിലും തേനുണ്ടാവും. നമുക്ക് തേന് കുരക്കൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് തേനുണ്ടാവും. അതുപോലെ ഒരു സ്ട്രോബെറി ജാം ഉണ്ടാവും, ഒരു വെള്ളം ഉണ്ടാവും, ഒരു ചെറിയൊരു ബട്ടർ ഉണ്ടാവും. പിന്നെ ഒരു ജ്യൂസ്, ഒരു ഓറഞ്ച്, ചിലപ്പോൾ ആപ്പിൾ ഉണ്ടാവും. പിന്നെ ഒരു ചീസ്. ഇത് കേക്കാണെന്ന് തോന്നുന്നുണ്ട്, കാണിച്ചു തരാം. ഇതൊരു കേക്കാണ്. പിന്നെ ചൂടുവെള്ളം ഇവിടെ നിന്ന് എടുത്തിട്ട് ടീയാണ്. ടീയോ കോഫിയോ ഏതും എടുക്കാം. ഇതിൽ കോഫി ബാഗ് ഉണ്ടാവും, ടീ ബാഗ് ഉണ്ടാവും, ഒരു ഷുഗർ ഉണ്ടാവും. ഇവിടെ ആവശ്യം കൂടുതലുണ്ടെങ്കിൽ തേൻ ഒഴിച്ചാൽ മതി. ഒരു പാലുണ്ടാവും, ഗ്ലാസും സ്പൂണും ഉണ്ടാവും. ഇതാണ് അഡൾട്ട് മെയിൽ. ഇനി ഞാൻ കിഡ്സ് കാണിച്ചു തരാം. ഇത് ഇൻഫാൻ്റാണ്, ചെറിയ കുട്ടീൻ്റെയാണ്. ഇത് സ്ട്രോബെറി പ്യൂരിയാണ്, ജസ്റ്റ് സ്ട്രോബെറി അരച്ചതാണ്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഉണ്ടാവും. പിന്നെ ഒരു സിർലാക്കിൻ്റെ ഒരു ലിക്വിഡ് ഉണ്ടാവും. ഏതെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ ബോട്ടിലുണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെയുള്ളതുണ്ടാവും. പിന്നെ ഒരു ബനാന, ഒരു ഫ്ലേവേർഡ് മിൽക്കാണ് ഇന്ന്, ഇല്ലെങ്കിൽ സാധാ മിൽക്ക് ഉണ്ടാവും. അതുപോലെ കുട്ടികൾക്ക് ഒരു ഫ്ലേവേർഡ് യോഗട്ട്, ഒരു വെള്ളം. ഇത് ചെറിയ കുട്ടിയുണ്ട്. പിന്നെ ഇത് 2 വയസ്സിൽ മുകളിലുള്ള കുട്ടികൾക്ക് 2 സ്ലൈസ് ബ്രെഡ് ഉണ്ടാവും. പിന്നെ ഒരു സ്ട്രോബെറി ജാം ഉണ്ടാവും, വെള്ളം, ചീസ് ഉണ്ടാവും, ബട്ടർ ഉണ്ടാവും. അതുപോലെ 2 കട്ട്ലേറ്റ്, 2 എഗ്ഗ്. ഇതാണ് പാല് പറഞ്ഞത് ഞാൻ.
ഇത് പാലാണ്. പിന്നെ ഒരു ചോക്ലേറ്റ്, ഒരു ആപ്പിള്, പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് ഉണ്ട്. ക്യാരറ്റും പംകിനാണ് എന്നുള്ളത്. അതുപോലെ ഒരു കേക്കും. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ഞങ്ങളുടെ റൂം. 2 ബെഡ്റൂമാണ് മൊത്തത്തിൽ ഉള്ളത്. ഇതിൽ ഒരു ഇങ്ങനെ ഹാങ്കറുണ്ട്, ഒരു ടേബിള്, അതിൽ ഒരു മൈക്രോവേവ്, അതുപോലെ ഒരു ചെയറ്. ഇതാണ് ഞങ്ങൾ കബോർഡ് തന്നത് ഞങ്ങൾക്ക്. പിന്നെ ഒരു സൈഡ് ടേബിളും ഉണ്ട്, അതുപോലെ ബെഡിൽ സ്പേസും ഉണ്ട്. അതായത് നമുക്ക് ടാബ്ലറ്റ് ഇങ്ങനെ എടുത്ത് വെക്കാനൊക്കെ പറ്റുന്ന ഇതൊക്കെയാണ്. അതുപോലെ ഇങ്ങനെ ഇത് ബെഡാണ്, 3 പേർക്ക് സുഖമായി കിടക്കാം. പിന്നെ ബെഡ്ഷീറ്റ് വൈറ്റായത് കൊണ്ട് കുട്ടികൾ കയറി ഇറങ്ങി വെച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റിയതാണ്. 2 ഒരുപോലത്തെ ബെഡ്റൂമാണ് ഉള്ളത്. അതുപോലെ നല്ല സ്പേസിയസ് ആയിട്ടൊരു ബാത്റൂമാണ്. സ്പേസിയസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ 2 ഡസ്റ്റ്ബിൻ ഉണ്ടാവും, അവർ തന്നെ അത് ക്ലീൻ ചെയ്ത് കൊണ്ടുപോകും. ഇതും അങ്ങനെയാണ്. അതുപോലെ ബെഡ്റൂമും അതുപോലെ സ്പേസിയസ് ഉള്ളൊരു ബാത്റൂമുമാണ്. കണ്ണുപിടിക്കണം. ഞങ്ങൾ ഉച്ചക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഉച്ചക്കുള്ള ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഉച്ചത്തെ ലഞ്ച് പുലാവ്, ചിക്കൻ കറി, അതുപോലെ ഒരു വെജ് കറി, പിന്നെ 2 കുബൂസ്, കുറച്ച് മുത്തബൽ, പിന്നൊരു കർഡ്, യോഗട്ടാണ്, പിന്നൊരു ബനാന, പിന്നെ ഒരു കേക്ക്, പിന്നെ 2 സമോസാണ്, പിന്നെ വെള്ളം. ഇതാണ് ലഞ്ച്. ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങൾ. രാത്രിക്ക് ഇതുപോലെ എന്തെങ്കിലും ഫുഡ് ആകും. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തതായിരുന്നു. അപ്പോൾ വാക്സിൻ എടുത്ത് വെച്ചിട്ട് ആൾക്കാരൊന്നും പുറത്തിറങ്ങി നടക്കണ്ട. ദുബായിൽ, UAE ഇത് നിങ്ങൾ റൂമിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു പ്രാവശ്യം പോസിറ്റീവ് ആയാൽ ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 3 ദിവസം ടെസ്റ്റും കാര്യങ്ങളായിട്ട് മണിക്കൂറുകളോളം നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കണം. കാരണം കേസ് കൂടിയത് കൊണ്ട് ആൾക്കാർ കൂടുതലാണ്. 1000 അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പോൾ 3-4 ദിവസം ഞങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ഫുഡ് ഉണ്ടാക്കാനും പറ്റാതെയും ഓർഡർ ചെയ്യാൻ പറ്റാതെ ഒക്കെ നല്ല സഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തു പോവുക. അതുപോലെ മാസ്ക് ഇടുക. വാക്സിൻ എടുക്കാത്തവർ പറ്റണമെങ്കിൽ വാക്സിൻ എടുക്കുക. ഇപ്പം ഞങ്ങളും ഫസ്റ്റ് എടുത്തതാണ്, എന്നാലും അടുത്ത ഡോസും കൂടി എടുക്കണം. ഏതായാലും എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നെഗറ്റീവായാലും അസുഖങ്ങളൊക്കെ മാറി കിട്ടണം. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് അസുഖങ്ങളൊക്കെ മാറാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമലൈക്കും. എത്ര പെട്ടെന്ന് ഞങ്ങൾ നാട്ടിൽ പോകണമായിരിക്കും. പറ്റണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഒക്കെ ഇടാം.